ഇന്ന് നവംബർ 28 ഇന്ന് രാത്രിയും നാളെയുമായിട്ട് ഒരുപാട് OTT റിലീസുകളുണ്ട്. പുതിയ OTT അപ്ഡേറ്റുകളും ഈ ആഴ്ചത്തെ OTT റിലീസുകളും എല്ലാമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, ദുൽഖർ സൽമാന്റെ വലിയ വിജയമായി 110 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ, മികച്ച അഭിപ്രായങ്ങൾ നേടിയ ലക്കി ഭാസ്കർ എന്ന പീരിയഡ് ക്രൈം ഡ്രാമ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമ ഇന്ന് മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ കാണാവുന്നതാണ്. ഈ വർഷം തിയേറ്ററിലേക്ക് എത്തിയ മലയാളം ത്രില്ലർ സിനിമയാണ് പാളയം PC. സിനിമ നാളെ വൈകിട്ട് 6 മണിയോടെ നവംബർ 29 സൈന പ്ലേയിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. പുതിയ മലയാളം ആന്തോളജി ഫാമിലി ഡ്രാമ സീരീസിന്റെ പേരാണ് ഹെർ. ഈ സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നവംബർ 29 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. കിഡ്സ് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് സീരീസ് ആണ് പാരച്യൂട്ട്. ഈ സീരീസും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നവംബർ 29 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി ഉൾപ്പെടെ 7 ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. അടുത്തതും ഹോട്ട്സ്റ്റാറിന്റെ സീരീസ് ആണ് ഹരിക്കഥ സംഭവമി യുഗേ യുഗേ എന്നാണ് സീരീസിന്റെ പേര്. ഈ മിസ്റ്ററി സസ്പെൻസ് ഡ്രാമ തെലുങ്ക് സീരീസ് ഡിസംബർ 13 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി, ബംഗാളി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അഖിലേനി നാഗാർജുന നായകനാകുന്ന 2018 ഇറങ്ങിയ തെലുങ്ക് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഓഫീസർ. രാം ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമ ഇപ്പം യൂട്യൂബിലൂടെ മലയാളം ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഭവാനി HD മൂവീസ് എന്ന ചാനലിലൂടെയാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. കിരൺ അബവരാം നായകനാകുന്ന തെലുങ്ക് ഫാന്റസി സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ പേരാണ് കാ. തിയേറ്ററിൽ വിജയിച്ച മികച്ച അഭിപ്രായങ്ങൾ നേടിയ ഈ സിനിമ ഇന്ന് ETV വിനിലൂടെ തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ മലയാളം, തമിഴ്, കന്നഡ പതിപ്പുകൾ ആമസോൺ പ്രൈമിലൂടെ വരുന്നതാണ്. ആമസോൺ പ്രൈമിലൂടെ വരും ദിവസങ്ങളിലോ വരും ആഴ്ചകളിലോ എപ്പം തന്നെ വേണമെങ്കിലും OTT റിലീസ് ഉണ്ടായേക്കാവുന്നതാണ്. ശിവ സംവിധാനം ചെയ്ത സൂര്യ നായകനാകുന്ന വലിയ ഹൈപ്പോട് കൂടി തിയേറ്ററിലേക്ക് എത്തിയ, എന്നാൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കാതെ പോയ കങ്കുവ എന്ന തമിഴ് ആക്ഷൻ അഡ്വഞ്ചർ പാൻ ഇന്ത്യൻ സിനിമ ആമസോൺ പ്രൈമിലൂടെ ഡിസംബറിന്റെ അവസാനത്തോടു കൂടി മലയാളം ഭാഷയിലടക്കം OTT റിലീസ് ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം സിനിമ ഡിസംബറിന്റെ ആദ്യ 2 ആഴ്ചകളിൽ ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ്. സിനിമയുടെ ഹിന്ദി പതിപ്പിന്റെ OTT റിലീസ് അടുത്ത വർഷം ജനുവരി ആദ്യ പകുതിയിലായിട്ടായിരിക്കും ഉണ്ടാക്കുക. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഉടൻ വരാനിരിക്കുന്ന 2 മലയാളം കണ്ടന്റുകളാണ് നിവിൻ പോളി നായകനാകുന്ന ഫാർമ എന്ന മെഡിക്കൽ ഡ്രാമ മലയാളം സീരീസും ബോഗൻ വില്ല എന്ന തിയേറ്ററിൽ വിജയിച്ച് 35 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ അമൽ നീരദ് സംവിധാനം ചെയ്ത സൈക്കോ ത്രില്ലർ മലയാളം സിനിമയും. ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഡിസംബറിന്റെ ആദ്യ 2 ആഴ്ചകളിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഫാർമ അല്ലെങ്കിൽ ബോഗൻ വില്ല മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ്. ഫാർമ സീരീസിന്റെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഫാർമ സീരീസ് ആണ് ആദ്യം OTT റിലീസ് ചെയ്യുന്നതെങ്കിൽ ബോഗൻ വില്ലയുടെ OTT റിലീസ് ഡിസംബറിന്റെ അവസാനത്തിലോ അതല്ലെങ്കിൽ ജനുവരിയുടെ ആദ്യത്തിലോ ആയിട്ടായിരിക്കും ബോഗൻ വില്ല OTT റിലീസ് ചെയ്യുക. ഷ് എന്ന പേരുള്ള തമിഴ് ഡ്രാമ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നവംബർ 29 ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ദീപാവലി ബോണസ് എന്ന ഡ്രാമാറ്റിക് ഫാമിലി തമിഴ് സിനിമ ഇപ്പം സിംപ്ലി സൗത്തിലൂടെയും ആഹാ തമിഴിലൂടെയും തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഓവർസീസിൽ ഏന്തു ചാനലിലൂടെ തമിഴ് ഭാഷയിൽ HD പതിപ്പ് റിലീസ് ചെയ്തെങ്കിലും ഇതുവരെ OTT റിലീസ് ചെയ്യാത്ത മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ 2 തമിഴ് സിനിമകളാണ് ബ്രദർ എന്ന ഫാമിലി ഡ്രാമ കോമഡി സിനിമയും ബ്ലഡി ബഗർ എന്ന ഡാർക്ക് കോമഡി സിനിമയും. ഇതിൽ ബ്രദർ എന്ന സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നവംബർ 29 ZEE5 തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ZEE5 പുറത്തുവിട്ടിട്ടുണ്ട്. കവിന്റെ ബ്ലഡി ബഗർ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നവംബർ 29 ടെന്റ് കോട്ടയിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ആമസോൺ പ്രൈമിലും സൺ നെക്സ്റ്റിലും സിനിമ നാളെ OTT റിലീസ് ചെയ്തേക്കുമെന്നും കൂടെ റിപ്പോർട്ടുണ്ട്. ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിച്ച സിനിമകളാണ് ഹണ്ട്, ഫൂട്ടേജ്, നടികർ, കൽബ്, മനമേ സിനിമകളുടെ അപ്ഡേറ്റ്. ഈ സിനിമകൾ എന്ന് OTT റിലീസ് ചെയ്യും എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല. ഹണ്ട് സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈമും മനോരമ മാക്സും സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. ഡിസംബറിൽ ഹണ്ട് OTT റിലീസ് ചെയ്തേക്കുമെന്ന് റൂമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഡിസംബറിൽ ഹണ്ടിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. ഫൂട്ടേജ് എന്ന സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറുമായിട്ട് ചർച്ചകൾ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൽബ് സിനിമയുടെ OTT അവകാശങ്ങൾ സൈന പ്ലേയും മനോരമ മാക്സും സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. കൽബിന്റെ OTT റിലീസ് ജനുവരിയിൽ ഉണ്ടായേക്കാം എന്നും കൂടെ റിപ്പോർട്ടുണ്ട്. നടികർ സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ സിനിമയുടെ പ്രവർത്തകരും OTT പ്ലാറ്റ്ഫോമും തമ്മിൽ ബിസിനസ് കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് സിനിമ OTT റിലീസ് ചെയ്യാത്തത്. മനമേ എന്ന തെലുങ്ക് ഫാമിലി സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം ഒഴിവാക്കിയിട്ടുണ്ട്. പകരം സോണി ലീവാണ് OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. സോണി ലീവിലൂടെ ഉടൻ തന്നെ വന്നേക്കും എന്നും റിപ്പോർട്ടുണ്ട്. വികട കവി എന്ന തെലുങ്ക് ത്രില്ലർ മിസ്റ്ററി സീരീസ് ഇന്ന് ZEE5 തെലുങ്ക്, തമിഴ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഡ്രാമ റൊമാന്റിക് ഹിന്ദി സീരീസ് ആണ് ഹെർട്ട് ബീറ്റ്സ്. സീരീസ് നാളെ നവംബർ 29 MS പ്ലെയറിലൂടെ ഹിന്ദി ഭാഷയിൽ ഫ്രീ ആയിട്ട് OTT റിലീസ് ചെയ്യും. ഹിന്ദി ക്രൈം ത്രില്ലർ ഡ്രാമ സിനിമ സിക്കന്ദർ കാ
മുക്കാദർ നാളെ നവംബർ 29 തീയതി ഉച്ചയ്ക്ക് 1:30 അതിനു മുമ്പോ ആയിട്ട് തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഡൈവേഴ്സ് കേലിയെ കുച്ചുബി കരേക എന്ന റൊമാന്റിക് കോമഡി ഹിന്ദി സിനിമയും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നവംബർ 29 തീയതി ZEE5 ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. തിയേറ്ററിൽ വിജയിച്ച മിക്സഡ് മുതൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ കൃഷ്ണം പ്രണയ സഖി എന്ന കന്നഡ റൊമാന്റിക് കോമഡി സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നവംബർ 29 തീയതി സൺ ആൻഡ് നെക്സ്റ്റിലൂടെ കന്നഡ ഭാഷയിൽ OTT റിലീസ് ചെയ്യും. നിഖിൽ സിദ്ധാർത്ഥ് നായകനാകുന്ന ഈ മാസം നവംബർ 8 തിയേറ്ററിലേക്ക് എത്തിയ അപ്പുഡോ ഇപ്പുഡോ എപ്പുഡോ എന്ന തെലുങ്ക് ആക്ഷൻ റൊമാന്റിക് ത്രില്ലർ സിനിമ ഇന്നലെ തെലുങ്ക് ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തപ്പിൻ ചിക്കു തിരികുവാടു ധന്യതു സുമതി എന്ന തെലുങ്ക് ക്രൈം ത്രില്ലർ സിനിമ ഇന്ന് ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയ സന്ദേഹം എന്ന തെലുങ്ക് ഡ്രാമ സിനിമ ഇന്ന് ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പഞ്ചാബി ക്രൈം സിനിമ ബ്ലൂ വെൻ ഇന്ന് ചൗപ്പൽ OTTയിലൂടെ പഞ്ചാബി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മോറിന ബക്കറിൻ, ആന്റണി മക്കിയൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന എലിവേഷൻ എന്ന സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ സർവൈവൽ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ഹോളിവുഡ് സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഡിയർ സാന്ത എന്ന ക്രിസ്മസ് കോമഡി അമേരിക്കൻ സിനിമയും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഹിയർ എന്ന ഡ്രാമാറ്റിക് ഹോളിവുഡ് സിനിമയും കോൺക്ലേവ് എന്ന മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ ഇംഗ്ലീഷ് സിനിമയും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ദ ഏജൻസി എന്ന ഇംഗ്ലീഷ് സ്പൈ ത്രില്ലർ സീരീസ് നവംബർ 29 തീയതി നാളെ പാരമൗണ്ട് പ്ലസിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തു തുടങ്ങുന്നതാണ്. ഹോളിവുഡ് കോമഡി റൊമാന്റിക് സിനിമയാണ് സീറ്റ് ഹേർട്സ്. ഈ സിനിമ ഇന്ന് HBO മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അവർ ലിറ്റിൽ സീക്രട്ട് എന്ന ഇംഗ്ലീഷ് ക്രിസ്മസ് കോമഡി റൊമാന്റിക് സിനിമ ഇന്നലെ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT ലഭ്യമാക്കിയിട്ടുണ്ട്. സ്നോ സിസ്റ്റർ എന്ന നോർവേജിയൻ ക്രിസ്മസ് ഫാമിലി ഡ്രാമ സിനിമ നാളെ നവംബർ 29 തീയതി ഉച്ചയ്ക്ക് 1:30 അതിനു മുമ്പോ ആയിട്ട് തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, നോർവേജിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ബ്രസീലിയൻ ആക്ഷൻ അഡ്വഞ്ചർ സീരീസ് ആണ് സേന. ഈ സീരീസും നാളെ നവംബർ 29 തീയതി ഉച്ചയ്ക്ക് 1:30 അതിനു മുമ്പോ ആയിട്ട് തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, പോർച്ചുഗീസ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ദ ട്രങ്ക് എന്ന കൊറിയൻ റൊമാന്റിക് ത്രില്ലർ ഡ്രാമ സീരീസും നാളെ ഉച്ചയ്ക്ക് 1:30 അതിനു മുമ്പോ ആയിട്ട് തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഹോളിവുഡ് ക്രൈം മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സീരീസ് ആണ് ദ മാഡ്നസ്. ഈ സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അസാഫ് എന്ന മിസ്റ്ററി ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തുർക്കിഷ് സീരീസും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, തുർക്കിഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബെൻ സ്റ്റില്ലർ നായകനാകുന്ന നട്ട് ക്രേക്കേഴ്സ് എന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഹോളിവുഡ് കോമഡി ഡ്രാമ സിനിമ നാളെ നവംബർ 29 ഹുളു പ്ലാറ്റ്ഫോമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ റിലീസ് ചെയ്യും. 2020 ഇറങ്ങിയ ദ കംപ്ലീറ്റ് കോൺക്വസ്റ്റ് ഓഫ് ലവ് എന്ന കൊറിയൻ കോമഡി റൊമാന്റിക് സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും കൊറിയൻ ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിംഗപ്പൂരിയൻ കോമഡി ഡ്രാമ റൊമാന്റിക് സീരീസ് ആണ് മൈ സ്റ്റാർ ബ്രൈഡ്. 2021 ഇറങ്ങിയ ഈ സീരീസിന്റെ ഒന്നാമത്തെ സീസണിന്റെ എല്ലാ 20 എപ്പിസോഡുകളും ഇന്ന് ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ കൂടി ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയർ എന്ന ഫ്രീ OTT പ്ലാറ്റ്ഫോമിലൂടെയും റിലീസ് ചെയ്തിട്ടുണ്ട്. ഗുഡ് ബോയ് എന്ന 2022 ഇറങ്ങിയ നോർവേജിയൻ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമ ഇപ്പം മുതൽ ബുക്ക് മൈ ഷോ സ്ട്രീമിലൂടെ നോർവേജിയൻ ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്.